നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2026-27 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നാട്ടിക പഞ്ചായത്തിലെ വനിതാ കർഷകർക്ക് പുഷ്പകൃഷി പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. ഓണത്തിന് വീടുകളിൽ പൂക്കളമൊരുക്കുന്നതിനും പുഷ്പകൃഷിയിലൂടെ വനിതകൾക്ക് സ്വയം വരുമാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത്. ചെണ്ടുമല്ലി തൈകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, മെമ്പർമാരായ സജ്നി ഉണ്ണിയാരംപുരക്കൽ, PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, KV പവിത്രൻ, കൃഷി ഓഫീസർ ശുഭ എന്നിവർ പങ്കെടുത്തു. 2026-27 സാമ്പത്തിക വർഷത്തെ പുഷ്പകൃഷി വനിതകൾക്കുള്ള പുഷ്പകൃഷിയുടെ വിതരണോദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തുന്നത്. നമ്മൾ ഇപ്പോൾ ഗുണഭോക്തൃ ലിസ്റ്റൊക്കെ നമ്മൾ അംഗീകരിച്ച് ഗ്രാമസഭ വഴി അംഗീകരിച്ച് തുടങ്ങാൻ പോകുന്നുള്ളൂ. പക്ഷേ പുഷ്പകൃഷി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് വീടുകളിൽ പൂക്കളിടാനും അതുപോലെ തന്നെ വനിതകൾക്കൊക്കെ ഒരു സ്വയം തൊഴിലിന് പോലെ തന്നെ അവർക്കൊരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഈ പുഷ്പത്തൈ വിതരണം നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നേരം വൈകിക്കഴിഞ്ഞാൽ വൈകി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ കൃഷിഭവനിൽ നമ്മളെ ഗുണഭോക്താക്കൾ വാർഡുകളിൽ നിന്നെല്ലാം വിളിച്ച് അവർക്ക് ഉള്ള ഈ വിതരണം നടത്തുന്നത്. ഒരു വ്യക്തിക്ക് 100 തൈയും 5 കിലോ വളമാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. അതിന് 125 രൂപയാണ് അവരെ ഗുണഭോക്തൃ വിഹിതം അടയ്ക്കേണ്ടത്. മറ്റ് 4 ലക്ഷം രൂപയാണ് നമ്മളിതിന് വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ പരമാവധി എല്ലാവരിലും ഇത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ കുറച്ച് പേർക്ക് നമ്മൾ വരുത്തിയിട്ടുള്ളൂ. ഇനി ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് നമ്മളത് വിതരണം നടത്തുന്നതായിരിക്കും.